മറ്റൊരു വാർത്ത. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ പ്രതികളായ നേതാക്കൾക്കെതിരായ നടപടികൾ സർക്കാർ വേഗത്തിലാക്കി. നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തുടങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും സ്ഥലവും കണ്ടുകെട്ടി. കരുനാഗപ്പള്ളി തഹസീൽദാർ പി ഷിബുവിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. ജപ്തി നടപടികളുടെ പകർപ്പ് പിതാവ് അലികുഞ്ഞ്, ഭാര്യ ഹസീന എന്നിവർക്ക് കൈമാറിയ ശേഷമായിരുന്നു ജപ്തി. കണ്ടുകെട്ടൽ നടപടികൾ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലിൽ സംസ്ഥാനത്ത് 5.2 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. തൃശൂർ പാവറട്ടിയിൽ കുന്നിക്കുരു കഴിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. മൃതദേഹം കാണിക്കാനും അന്ത്യകർമ്മങ്ങൾക്കും മക്കളെ വിട്ടു നൽകാതിരുന്ന ഭർതൃ വീട്ടുകാരുടെ നടപടിക്കൊടുവിൽ പോലീസ് ഇടപെട്ടാണ് കുട്ടികളെ എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. അതേസമയം ഭർതൃ വീട്ടുകാരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് വീട്ടുകാരുടെ ആരോപണം.